ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വളർച്ച എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് യാഥാർത്ഥ്യമാകുന്നത് എന്ന് ചിന്തിച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ അതിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും. നല്ല ചില ദാർശനികർ ഇതിന്റെ പുറകിലുണ്ട്. കാലം ചെയ്ത നിരപ്പരച്ചതിന് ശേഷം അതേ ദർശനം അച്ഛനുള്ള കാലത്ത് തന്നെയും അച്ഛന് ശേഷവും ഏറ്റെടുത്ത് സ്വന്തമാക്കി അതിനെ വളർത്തിയെടുക്കുന്ന വ്യക്തികൾ ഇതിന്റെ പുറകിലുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല മോഡൽസ് ഉണ്ടാവണം. നോക്കി നടക്കാൻ പാദത്തില് വിജയത്തിന്റെ ആകാശങ്ങളിലേക്ക് എങ്ങനെ ഉയരാം, എങ്ങനെ യഥാർത്ഥ വിജയം കൊയ്തെടുക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മുൻപിൽ ചില മനോഹരമായ മാതൃകകൾ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഉന്നതമായ ദർശനങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ച് വിജയിച്ചവർ, അങ്ങനെ അവരെ നോക്കി നടക്കാൻ പാകത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അവരുണ്ടെങ്കിൽ എത്രയും എളുപ്പമാകും ആ നടപ്പ് കാഴ്ച. ഞാൻ നിങ്ങൾക്ക് 2 മോഡൽസിനെ തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി നടക്കാനും നിങ്ങൾ എങ്ങനെ വിജയിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ വിജയപാത എതിരെ എങ്ങനെ ഏത് വഴിയിൽ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി നടക്കാൻ പാകത്തിൽ അടുത്ത എളുപ്പത്തിലുള്ള 2 പേരെ പറഞ്ഞു തരാം. ആ 2 പേര് ഈ വേദിയിലുണ്ട്. ജീവിതത്തിൽ അർത്ഥവത്തായ വിജയങ്ങൾ ശരിയായ ദർശനം പിന്തുടർന്നുകൊണ്ട് നേടിയെടുത്തവർ, ഇപ്പോഴും കെട്ടടങ്ങാതെ ആ ദർശനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് അനേകർക്ക് നല്ല വെളിച്ചമായി മാറുന്ന 2 വ്യക്തികൾ, ധാരാളം വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് സംരംഭരായ 2 വ്യക്തികളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താതെ നിങ്ങൾക്ക് പരിചയമുള്ള 2 വ്യക്തികളാണ് നമ്മുടെ ചെയർമാൻ ശ്രീ ബെന്നി തോമസും ശ്രീ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയും. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെ അദ്ദേഹം വന്ന് സന്ദർശിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളു നമുക്കറിയാൻ പറ്റും. ചില ആളുകൾ മുൻപന്തിൽ നിൽക്കുമ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ എനിക്കൊരു പ്രചോദനം കിട്ടിയതുകൊണ്ടാണ് അന്ന് ശ്രീ ബെന്നിയും ലാലിച്ചൻ സാറും ഒക്കെ എന്നെ വന്ന് കണ്ടപ്പോൾ കൂടെയുണ്ട്, ധൈര്യമായിട്ട് പോകും എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നിയത്. വലിയ പരിചയമൊന്നും എനിക്ക് ശ്രീ ബെന്നിയെ നേരത്തെ ഇല്ല, ലാലിച്ചൻ സാറിനെ ഉണ്ട്. അപ്പൊ ശ്രീ ബെന്നിയെ കുറിച്ച് ഞാൻ പിന്നെ കൂടുതലായിട്ട് അറിഞ്ഞത് പല മാധ്യമങ്ങളിലൂടെയാണ്. പിന്നെ ഇതിന്റെ വിജയം ഓരോന്നോരോന്നായിട്ട് നടക്കുമ്പം അതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, ശക്തനായ ഒരാൾ. തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ദൈവമാണെന്നുള്ളതിന് സംശയമില്ല. ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് തീക്ഷ്ണമായിട്ട് അധ്വാനിക്കുന്ന, സ്വപ്നം കാണുന്ന വ്യക്തികളുടെ പുറകിലുണ്ട്. അതാരൊക്കെ എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വ്യക്തിയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത്. ബെന്നിയുടെ ജീവിതത്തിന്റെ വിജയരഹസ്യം എന്താണെന്ന് ഇനി ഞാൻ പറയണ്ട, അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിത രഹസ്യം എന്ന് പറയാൻ നെഞ്ചുറപ്പുള്ള ഒരാൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയമക്കളെ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് മാതൃകയാക്കാൻ ഞാൻ പറഞ്ഞതിന്റെ 1-ാം പാഠം അതാണ്. ദൈവം തരുന്ന അനുഗ്രഹമാണ്, ദൈവത്തിന്റെ കൃപയാണ് എൻ്റെ വിജയത്തിന്റെ അടിസ്ഥാന രഹസ്യമെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് പറയാൻ മനസ്സുള്ള, നെഞ്ചുറപ്പുള്ള ഒരാളുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പരസ്പരം 2 അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ശ്രദ്ധിച്ചു. എൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് ദൈവം ഈ ഭൂമിയിൽ നിയോഗിച്ചിരിക്കുന്നവരാണ്. എൻ്റെ അമ്മച്ചി, എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, അവരെ മറന്നിട്ട് ഞാൻ ചെയ്യരുത്. വളരെ സ്വാർത്ഥപൂർവ്വം മാതാപിതാക്കളെ മറന്ന് തന്നിഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വിദേശത്തേക്ക് വാർക്കാൻ വേണ്ടിയിട്ട് ഈ ചുറ്റുപാടുമൊക്കെ കാണുന്ന പലപ്പോഴും മോഹിപ്പിക്കുന്ന വ്യാപാരങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് വിദേശത്തേക്ക് പറക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും തറവാടിനെയും എല്ലാം മറന്നുകൊണ്ട് എവിടെയെങ്കിലും പോയി വിദേശത്ത് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ച് സ്വാർത്ഥമോഹികളായി പറക്കുന്നവർ. ബെന്നി അത്തരക്കാരനല്ല. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ അടുത്തതിന് ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹം സ്വന്തം നാടിനെ മറക്കാതെയും സർവോപരി സ്വന്തം കുടുംബത്തിൽ തന്നെ ആദ്യം സ്നേഹിച്ചുകൊണ്ടും പിന്നെ കുടുംബത്തിന്റെ പരിസരത്തുള്ളവർ എന്നെ ഒത്തിരി ശ്രദ്ധിപ്പിച്ച കാര്യം ഇതാണ്. അദ്ദേഹം പങ്കുവെച്ചപ്പോൾ പറഞ്ഞതൊക്കെ എന്താ, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ചിന്തിക്കുന്നതും ജീവിക്കുന്നതും. അതന്നെയാണ് അദ്ദേഹം മോഡലായിട്ട് എടുക്കണമെന്ന് നിങ്ങളോട് പറയാൻ കാരണം. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ സമുദ്ധരിക്കുക എന്ന് പറഞ്ഞതിന്റെ 1-ാമത്തെ ലക്ഷ്യം. 2, എൻ്റെ കുടുംബത്തെ മാത്രം ഞാൻ നോക്കിയാൽ പോരാ, എൻ്റെ പരിസരങ്ങളെ കൂടി വളർത്തണം. അത് പലപ്പോഴും ആരിലും കാണാറില്ല. ഞാൻ മാത്രം എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെ പേരും കൂടുതൽ. കൂടി വന്നാൽ എൻ്റെ കുടുംബം എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേര് കാണുമായിരിക്കും. മിക്കവാറും അവിടെ കൊണ്ട് തീരുക. എന്റെ കുടുംബ പരിസരങ്ങൾ എന്ന് പറയാനായിട്ട് ആർജവത്തോടെ ഒരാൾ നമ്മുടെ മധ്യയെ നമ്മുടെ ചെയർമാനായിട്ടുണ്ട്. കൊടുത്തവരുടെ കയ്യടി.
എൻ്റെ കുടുംബത്തിന്റെ പരസ്പരം മാത്രമല്ല, ആ ചുറ്റുപാടുകൾ മാത്രമല്ലാതെ മറ്റു ഗ്രാമപ്രദേശങ്ങള്, എനിക്ക് പിറവി തന്ന ഈ കേരളത്തിന്റെ മണ്ണ്, ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്, ഇവിടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന് ഉയർന്നെത്തിയപ്പോൾ അതുപോലെയുള്ള ഇതര ഗ്രാമങ്ങളും മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. അവിടെയും ഒരുപാട് ആളുകൾ എൻ്റെ സഹായം അർഹിക്കുന്നവരുണ്ട്. ഇന്ന് എനിക്ക് സഹായിക്കാൻ പറ്റും, ഞാൻ അവർക്കും കൂടെ വേണ്ടിയുള്ളവനാണ്. അല്ലെങ്കിൽ ഈ ജീവിതം എന്തിന് എന്നൊരു ചോദ്യം അദ്ദേഹം ഇവിടെ ചോദിച്ചു അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം ദൈവം എനിക്ക് തന്നത് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. ആ ചോദ്യം നിങ്ങളെ സ്വാധീനിക്കണം. അങ്ങനെ ചോദിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ അവനെ സഹായിക്കാനും കരുതാനും പറ്റുന്നില്ലെങ്കിൽ എന്ത് ഈ ജീവിതം എന്നൊരു ചോദ്യം. അതുകൊണ്ടാണ് അദ്ദേഹം മോഡലാണെന്ന് ഞാൻ പറയാൻ കാരണം.